അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ ആ ഓഫ് റോഡ് അങ്ങ് കയറി. ഇതൊരു മലയാ. ശരിക്കും ഈ റോഡിനുള്ള ഒരു മതിൽ പോലെയാണ് ഈ മല നിൽക്കുന്നത്. മണ്ണ് കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ വീടുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഭാഷ അറിയില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ അപരിചിതരാണ്. എന്നിപ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുമോ ഒന്നും അറിയില്ല. ഈ ടൈം ജൂൺ മാസത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ യൂറോപ്പിനോട് അടുത്തുകൊണ്ടിരിക്കും തോറും ഈ പകൽ ദൈർഘ്യം ഭയങ്കര കൂടുതലായിരിക്കും. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഞങ്ങളെ ജാക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നിൽക്കാൻ പറ്റാത്ത തണുപ്പ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളെ ശ്രദ്ധയപ്പെട്ട ഒരു സ്ഥലവും നോക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്താണ്, കറക്റ്റ് അഹമ്മദാബാദ്. അർമേനിയ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഡ്രൈവേ അല്ല. പക്ക എഡ്ജായിട്ടുള്ള വളവുകളുള്ള റോഡിന് ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ഉള്ള ഹിൽ ഏരിയ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. രാത്രി ആയതുകൊണ്ട് റോഡ് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക്. ഇപ്പോഴൊക്കെ തന്നെ 14-ാം തീയതി ആയിട്ടുണ്ട്, ജൂൺ 14, 2024. അന്നപ്പോൾ സെൻജാന്ന് ഞങ്ങൾ രാവിലെ എണീറ്റ് തബ്രീസിലേക്ക് പോവുകയാണ്. തബ്രീസിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്കറിയാം അവിടെ ഒരു കാഴ്ചയുണ്ട്. അത് നമ്മൾ കളർ മൗണ്ടെയിൻ എന്ന് പറയും. വിവിധ തരം കളറുള്ള മൗണ്ടെയിൻസ്. അത് ശരിക്കും നമ്മളൊരു എക്സൈറ്റ് ചെയ്യിക്കുന്ന കാഴ്ച. ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇറാൻ്റെ വേറൊരു പ്രകൃതി ഭംഗി. അങ്ങനെ ആ കളർ മൗണ്ടെയിൻ്റെ അടുത്തെത്തി. തബ്രീസിലേക്ക് പോകുന്ന വഴിയാണ്. കളർ മൗണ്ടെയിൻ്റെ അടുത്തെത്തി. അവ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നോക്കുമ്പോൾ അങ്ങോട്ടൊരു ഡാഡ്സൺ പിക്കപ്പ് പോകുന്നു ഉള്ളോട്ട്. അതൊരു ഓഫ് റോഡ് വഴിയാണ്. അലി പറഞ്ഞു ഓക്കെ വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. ഫത്താവും പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ ആ ഓഫ് റോഡ് അങ്ങ് കയറി. ഇതൊരു മലയാണ്. ഇത് മലയുടെ ശരിക്കും ഈ റോഡിനുള്ള ഒരു മതിൽ പോലെയാണ് ഈ മല നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡ് അപ്പുറം ശരിക്കും കറക്റ്റ് ഒരു പുൽമേടാണ്. ഈ പുൽമേടും ഈ ഡാഡ്സൺ പിക്കപ്പാണ് പോകുന്നത്. ഇതൊരു ഓഫ് റോഡാണ്. ഞങ്ങൾ ലാൻഡ് ക്രൂസർ ആയതുകൊണ്ട് തന്നെ ഞങ്ങളതിൽ ധൈര്യമായിട്ട് ഇറക്കി ഞങ്ങൾ പോയി. അവരെ ബാക്കിൽ തന്നെ പോയി നോക്കുമ്പോൾ വെച്ചാൽ അവിടെ തനത് ഇറാനിയൻ ഒരു ഗ്രാമം. ഞങ്ങൾ ആ ഗ്രാമത്തിൻ്റെ അടുത്ത് വരെ എത്തി. ഒരു പള്ളിയുണ്ട്, പിന്നെ ഈ ഷീറ്റ് ഇട്ടിട്ട് മണ്ണ് കൊണ്ടിങ്ങനെ പൊതിഞ്ഞ വീടുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഭാഷ അറിയില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ അപരിചിതരാണ്. എന്നിപ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുമോ ഒന്നും അറിയില്ല. ആ ഗ്രാമത്തിൻ്റെ ഒരു ഏരിയ വരെ പോയി. ഞങ്ങൾ പറഞ്ഞു തിരിച്ചെടുക്കാം നമുക്ക് അവരായിട്ട്. കാരണം നമ്മൾ പലരോടും ചിരിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ നോർമലി ഇറാനിയൻസ് ഭയങ്കര ഇതാണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഞങ്ങൾക്ക് ഒരാളെ കണക്ട് ചെയ്യാൻ കിട്ടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് ഞങ്ങൾ പറഞ്ഞു അവിടുന്ന് തിരിച്ചെടുത്തു. അവിടുന്ന് ആ മലമുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടുന്ന് തന്നെ പെട്ടെന്ന് തിരിച്ചിറങ്ങി ടബ്രീസിലേക്ക് യാത്ര തുടരുകയാണ്. ടബ്രീസിൽ ശരിക്കും ഞങ്ങളൊരു 5 മണി 6 മണിയാകുമ്പോഴേക്കും എത്തും. കാരണം അധിക ദൂരമില്ല. 5 മണി 6 മണിയാകുമ്പോഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ടൈം ജൂൺ മാസത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ യൂറോപ്പിനോട് അടുത്തുകൊണ്ടിരിക്കും തോറും ഈ പകൽ ദൈർഘ്യം ഭയങ്കര കൂടുതലായിരിക്കും. അന്നൊരു 8 മണി 8 ആവും എന്തായാലും രാത്രിയാവാം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ടബ്രീസിൽ പോയി ടബ്രീസിൽ നിന്ന് കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞു. ടബ്രീസ് ടെഹ്റാനോട് അടുത്ത് കിടക്കുന്നൊരു നഗരമാണ്. ഈ ടെഹ്റാൻ ഞങ്ങൾ ചൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം യൂസുഫ് ഭായ് പറഞ്ഞിരുന്നു ടെഹ്റാനിൽ വരാൻ ഞങ്ങളൊരു 3 ദിവസമെങ്കിലും നിൽക്കണം. ടെഹ്റാൻ ഇൻസൈഡ് ഭയങ്കര ട്രാഫിക്കാണ്, നിങ്ങൾ സ്റ്റേ ചെയ്താലാന്ന് കാര്യമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടബ്രീസാണ് സെലക്ട് ചെയ്ത്. ടബ്രീസിൽ ആറാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്നത് നല്ലൊരു സ്റ്റേ ആയിരുന്നു. ആ സ്റ്റേയിൽ ഞങ്ങൾ പോയിട്ട് ഈ ശരിക്കും യാത്ര തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ ടബ്രീസിൽ എത്തണം എന്ന് വിചാരിച്ചതിൽ ഒരു കാരണമുണ്ട്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ലൗണ്ടറി കൊടുത്ത് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ കിട്ടുന്ന രീതിയിലാക്കി ഞങ്ങൾ കാഴ്ചകളിലേക്ക് പോയി. നഗരത്തിൽ ഫുള്ള് ഒന്ന് ചുറ്റിക്കറങ്ങി നഗരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അവിടെ ഇനാലി മൗണ്ടെയിൻ എന്ന് പറഞ്ഞ ഒരു പാർക്കുണ്ട്. അതൊരു കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ ഇൻസൈഡിൽ നിന്ന് ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടബ്രീസിൽ നിന്ന് നേരെ ഇനാലി ടെലിക്യാബിലേക്ക് പിടിച്ചു. അവിടെ ഇനാലി ടെലിക്യാബിലാണ് അവിടെ പാർക്കുള്ളത്. അതൊരു കേബിൾ കാറ് കയറിയിട്ട് മലമുകളിൽ ഒരു പാർക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതും വർഷങ്ങൾക്ക് മുന്നേ. ഈ കേബിൾ കാർ കണ്ടാൽ അറിയാം അതിന് എത്ര വർഷം പഴക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ക്യൂ നിന്നു, കേബിൾ കാർ എടുത്തു, അതിൻ്റെ മലമുകളിൽ പോയി കാഴ്ചകൾ കണ്ടു. തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഞങ്ങൾ കുറേ പെൺപിള്ളേർ വന്നിട്ട് ഞങ്ങളെ വളയുക. കുർദിസ്ഥാനിലുള്ള ടീമാണ്. ഹിന്ദി സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ ചോദിച്ചാണ് അവർ ഞങ്ങൾ വരുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് അറിയാം അവർക്ക്, കാരണം നേഴ്സിങ്ങിനും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ അവർ ഞങ്ങളെ വന്നു പരിചയപ്പെട്ടു, ട്രാവലേഴ്സാന്ന് പറഞ്ഞു, ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വിളിച്ചോ. കുർദിസ്ഥാനിലേക്ക് അവർ ഞങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ അവർ വന്ന് അവരോട് യാത്ര പറഞ്ഞു വന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, നേരത്തെ എണീറ്റിട്ട് ഞങ്ങൾക്ക് നോർദോസ് ബോർഡർ വഴി കയറണം.
അങ്ങനെ നൊർദൂസ് ബോർഡറിലേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്ക് നല്ല റോഡ്, മണാലിയിലൊക്കെ കാണും പോലത്തെ റോഡ്. ഒരു സൈഡ് പുഴ, ആ പുഴേൻ്റെ അപ്പുറം അസർബൈജാൻ കാണുന്നത്, ഇപ്പുറത്തെ സൈഡ് അർമേനിയ കാണുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇറാനിൽ കൂടെ 3 രാജ്യവും കണ്ട് നല്ല ബോർഡർ ക്രോസും കണ്ട് ഇങ്ങനെ പോവുക ഒരു സൈഡിൽ കൂടെ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളെ ശ്രദ്ധയപ്പെട്ട ഒരു സ്ഥലം നോക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്താണ്, കറക്റ്റ് അഹമ്മദാബാദ്. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അവിടെ വണ്ടി. അവിടെ നിന്ന് എല്ലാവരും ഒരു ഫോട്ടോ എടുത്തു. അന്നപ്പോൾ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. നേരെ ഞങ്ങൾ ഇത് നൊർദൂസ് ബോർഡറിലെത്തി. നൊർദൂസ് ബോർഡിൽ നിന്ന് ഇറാൻ്റെ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്തു. എന്നിട്ട് അർമേനിയ സൈഡിൽ കയറണം. ഇറാൻ്റെ സൈഡിൽ നിന്ന് ക്ലിയറിങ് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ബോർഡർ ക്ലിയറിങ്ങിൽ എന്താ വെച്ചാൽ വെഹിക്കിളും ഒരാളും വണ്ടിയിലിരിക്കുക. ഒരു ബാഗോ 2 ബാഗോ ലഗേജ് അതിലിടാം. ഞാനും ഫത്താഹും അലിയും കയ്യിൽ ലഗേജും പിടിച്ചിട്ട് നമ്മൾ വാക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്യണം. എന്നിട്ട് അപ്പുറം വണ്ടി ക്ലിയർ ചെയ്തതിന് ശേഷം വണ്ടി കയറിയിട്ട് നമുക്ക് പോവാം. അതാണ് പ്രൊസീജിയർ. അങ്ങനെ ഞങ്ങൾ നേരെ നൊർദൂസ് ബോർഡർ ക്രോസ് ചെയ്തു. ഇറാനിൽ നിന്ന് പെട്ടെന്ന് എക്സിറ്റ് കിട്ടി. അർമേനിയ പോയി കയറുന്നു. അർമേനിയ പോയി കയറിയിട്ട് ഒരു തുള്ളി പോലും ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഫസ്റ്റ് നമ്മളൊരു ബോർഡർ കഴിഞ്ഞ പാടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. അവർ അപ്രൂവ് ചെയ്തിട്ടാണ് എമിഗ്രേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനും അലിയും മഷ്കൂറും ഓൾറെഡി അർമേനിയൻ വിസ ഓൺലൈനിൽ എടുത്തു വെച്ചിരുന്നു, US വിസ വെച്ചിട്ട്. പക്ഷേ ഫത്താൻ അന്ന് ഓൺലൈനിൽ വിസ റിജക്റ്റ് ആയി. പക്ഷേ ഞങ്ങൾക്ക് അറിയാം ഇത് ഓൺ അറൈവൽ എടുക്കാൻ പറ്റും, വലിയ സീനൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അന്നപ്പോൾ അവിടെ പോയി ഫത്താൻ്റെ വിസേൻ്റെ പ്രശ്നം പറഞ്ഞു. അന്നപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇവിടെ വെച്ചിട്ട് അവിടെ ഉള്ളിൽ പോയിട്ട് വിസ അപ്രൂവൽ ആക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. വിസ അപ്രൂവലാക്കാൻ ഫത്താവും മഷ്കൂറും കൂടി പോയി വണ്ടി അവിടെ വെച്ചു. വണ്ടി ചെക്കിങ്ങിലിട്ടു. ഞങ്ങൾ ജസ്റ്റ് ഉള്ളിൽ കയറ്റി അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഇരിപ്പ് തുടങ്ങുകയാണ്. ഇരിപ്പ് ഒരു 5-6 മണിക്കൂർ ഞങ്ങൾക്ക് സുഖമായിട്ട് പോയി കിട്ടി. രാവിലെ ഞങ്ങൾ കയറി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. അവിടുന്ന് പിന്നെ പുറത്ത് സെക്യൂരിറ്റി പെരുമാറിയ പോലെയല്ല, ഉള്ളിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അർമേനിയൻ എമിഗ്രേഷനിലെ പോലീസുകാർ കോഫി വേണമെന്ന് ചോദിക്കുന്നു. നല്ല ട്രീറ്റ്, എന്താണോ ഒരു ടൂറിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ട്രീറ്റ് ഉള്ളിലുള്ള പോലീസ് എമിഗ്രേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്ക് തരികയാണ്. അങ്ങനെ ഏകദേശം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു 5 മണിയായിട്ട്. ഞങ്ങൾ അന്നത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒന്ന് യെരവനിലാണ് അർമേനിയൻ്റെ ക്യാപിറ്റൽ. യെരവനിലേക്ക് പോകുന്ന വഴിക്ക് ഏതാണോ നെക്സ്റ്റ് കിട്ടുന്ന സിറ്റി അവിടെ നമ്മൾ സ്റ്റേ ചെയ്യണം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഡേ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുക. അതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു പ്ലാന്. അങ്ങനെ ഞങ്ങൾ അർമേനിയ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഡ്രൈവേ അല്ല. ചെങ്കുത്തായ കയറ്റം, പക്ക എഡ്ജായിട്ടുള്ള വളവുകളുള്ള റോഡിനൊരു സേഫ്റ്റി സെക്യൂരിറ്റിയുള്ള ഈ ട്രക്കുകൾ ആണ് കൂടുതലും പോകുന്നത്. ട്രക്കുകൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കാണും പോലെ മണലിട്ടിട്ടുണ്ട് സൈഡിൽ. അഥവാ ബ്രേക്കോ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മണലിടിച്ചിട്ട് അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈ ചുരം പകുതി എത്തുമ്പോഴേക്ക് തന്നെ രാത്രിയായിട്ടുണ്ട്. രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ മനസ്സിലായി. ഈ യാത്ര ഒരു 12-1 മണി വരെ ഈ റോഡ് കൂടെ നമുക്ക് യാത്ര ചെയ്യാനാവില്ല. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അടുത്ത സിറ്റി വരുന്നത് കാപ്പാനാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 9:30 മണിയാകുമ്പോഴേക്കും കാപ്പാനിലെത്തി. കാപ്പാനിന്ന് നേരെ ഞങ്ങൾ അടുത്ത ടാർഗറ്റ് ടേസ്റ്റി കോർണർ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി. ഇപ്പോൾ ഈ KFC പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ സാൻഡ്വിച്ച് ഉണ്ട്. ഒരു റോളാകുമ്പോൾ വെച്ചാൽ നമുക്ക് ടൈം ഡിലേ ഉണ്ടാവില്ല, പെട്ടെന്ന് പാക്ക് ചെയ്യുക, യാത്ര കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇനി രാത്രി അടുത്ത ടൗണിൽ പിടിക്കണം. കാപ്പാനിൽ നിന്നാലേ നമുക്ക് വീണ്ടും ഡിലേ ആവും. കാപ്പാനിൽ ഞങ്ങൾ നിന്ന ടൗണായ ഗോരിയിലേക്ക് ഇവിടത്തേക്കൊക്കെ നല്ല ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂം തപ്പിയിട്ട് എവിടെയും കിട്ടുന്നില്ല. കാരണം അടുത്തൊരു സിറ്റി കാണിക്കുന്നില്ല. അങ്ങനെ ഇൻ്റർനെറ്റ് കട്ടാവുന്നുണ്ട്. കാരണം ഇത് ഒക്കെ ഞങ്ങൾ ഹിൽ ഏരിയ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. രാത്രി ആയതുകൊണ്ട് റോഡ് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക്. 10 മണി 11 മണിയായിട്ടുണ്ട്. 11 മണിയാകുന്ന ടൈമിന് ഞങ്ങൾ ഒരു ലൊക്കേഷൻ കിട്ടി. ഗ്യോരി എന്ന് പറഞ്ഞ സ്ഥലം. ഗ്യോരിയിൽ ഒരു അമ്മൂമ്മ നടത്തുന്ന ഒരു ഹോം സ്റ്റേ ഉണ്ട്. കോണ്ടാക്ട് ചെയ്തു. അമ്മ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞാനിവിടെ ഉണ്ടാവും ഫുൾ ടൈം, നിങ്ങൾക്ക് എപ്പം വേണേൽ വരാമെന്ന് പറഞ്ഞു. ഒരു ഹോട്ടലും അല്ല ഹോം സ്റ്റേ അല്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അമ്മൂമ്മ ഉറങ്ങിയിട്ടൊന്നുമില്ല. 1 മണിയാകുമ്പോഴേക്കും അമ്മൂമ്മൻ്റെ അടുത്ത് എത്തി. ഞങ്ങളെല്ലാവരും വിശപ്പിൻ്റെ ആദ്യ കാരണം 2 സാൻഡ്വിച്ച് വാങ്ങിയിരുന്നു. അതൊന്നുപോലും ഒരാൾക്കും കഴിക്കാനായില്ല. കാരണം ഞങ്ങൾക്ക് ആ ടേസ്റ്റ് പിടിക്കാത്തതും പിന്നെ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഫുഡുമാണ്. ഞങ്ങൾ ഒരു സാൻഡ്വിച്ച് കഴിച്ചു, ബാക്കി 4 സാൻഡ്വിച്ച് എടുത്ത് അമ്മൂമ്മ കൊടുത്തു. അമ്മൂമ്മ പിറ്റേന്ന് ചൂടാക്കി കഴിക്കുമോ എന്തോ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ രാവിലെ 7 മണിയാകുമ്പോഴേക്ക് എണീറ്റു. അങ്ങനെ ആ ടൈമിന് ഇവരെ വിളിച്ചു. അന്നേരം അമ്മൂമ്മ വിളിച്ചു, പേയ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. പേയ്മെൻറ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാശാ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കയ്യിൽ കാശില്ല. ഡോളേഴ്സ് ഉണ്ട്, യൂറോ ഉണ്ട്, പക്ഷേ അവർക്ക് അർമേനിയൻ ദിറംസ് ആണ് അവിടുത്തെ കറൻസി, അതിൽ വേണം. അന്നപ്പോൾ ഞാൻ പറഞ്ഞു മഷ്കൂറിനോട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഞാൻ ATM പോയിട്ട് വിഡ്രോ ചെയ്തോളാം എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ഗ്യോരിയിൽ പോയിട്ട് ഞാൻ ലൊക്കേഷൻ ഇട്ടു, ഒരു ATM ലൊക്കേഷൻ ഇട്ടു, ഞാൻ ഗൂഗിൾ ചെയ്തു. അവിടുന്ന് വേഗം കാശ് വിഡ്രോ ചെയ്തു, നേരെ അമ്മൂക്ക് പോയി കാശ് കൊടുത്തു. ഞങ്ങൾ അർമേനിയയിൽ നിന്ന് ഇന്ന് ബോർഡറിലെത്തണം, നമുക്ക് ടിബ്ലിസിക്ക് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത ടിബ്ലിസി ഇന്ന് പിടിക്കണം, ജോർജിയ കയറണം എന്നുള്ള. കാരണം അർമേനിയയിൽ ഞങ്ങൾ ആകെ ഒരു ദിവസം പ്ലാൻ ചെയ്ത്, ഒരു ടെസ്റ്റ്. ഗ്യോരിയിൽ നിന്ന് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി കാഴ്ച കണ്ടിട്ട്. നല്ല സെവാൻ ലേക്ക് പോലത്തെ ഒരു തടാകം, അതിൻ്റെ തടാകത്തിനടുത്ത് പച്ച പരവതാനി, പ്രകൃതിയാണെങ്കിൽ ഒന്നും ഗവൺമെൻറ് ഉണ്ടാക്കിയതോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ഒരു ടൂറിസ്റ്റ് പോലും ഇല്ല. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം നോക്കി അവിടെ ഇരുന്നു, അവിടെ നിന്നൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഞങ്ങൾ ചേറിട്ട് അവിടെ ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഗ്യോരിയിൽ നിന്ന് ഞങ്ങൾ ശരിക്കും യാത്ര തുടങ്ങി. നിനോസ് മിൻഡ എന്ന് പറഞ്ഞ ബോർഡർ ലക്ഷ്യം വെച്ച് ഇങ്ങനെ നീങ്ങുമ്പോൾ ഖോർ വിറാപ്പ് എന്ന് പറഞ്ഞ ഒരു മൊണാസ്ട്രി കണ്ടു. 800-1000 വർഷമൊക്കെ പഴക്കമുള്ള മൊണാസ്ട്രിയാണ്. ആ മൊണാസ്ട്രി പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പുറത്തിറങ്ങി ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. കുറച്ച് ഫുഡ് വാങ്ങി വണ്ടിയിൽ വെച്ചു. ഇനി നിനോസ് മിൻഡ എന്ന് പറഞ്ഞ ബോർഡറിലേക്ക് പിടിക്കണം, ജോർജിയ ഇന്ന് ക്രോസ് ചെയ്യണം. നേരെ ജോർജിയ ലക്ഷ്യം വെച്ച് നേരെ പിടിച്ചു. ജോർജിയ കയറി ഏത് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഈ ലാൻഡ് ബോർഡറിൽ എന്തായാലും ഒരു ബോർഡറിൽ 2 മണിക്കൂർ, അടുത്ത ബോർഡറിൽ ഒരു 3 മണിക്കൂറും വരും. മൊത്തത്തിൽ ഒരു 5-6 മണിക്കൂർ കൊണ്ടാണ് നമുക്കൊരു ബോർഡർ ക്രോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ബൈ റോഡ് ട്രിപ്പിൽ ഏറ്റവും നമ്മളെ ക്ഷമ നശിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോർഡറിലെ ടൈം ഡിലേ ആണ്. ഭയങ്കര ടൈം ഡിലേ ആയിരിക്കും ഈ ബോർഡറിൽ നമ്മൾ അനുഭവിക്കുക. അങ്ങനെ ആ ബോർഡറിൽ ഞങ്ങൾക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻ നേരിട്ടു. അലി മുമ്പ് ട്രാവൽ ചെയ്തിരുന്നു. അലിക്കൊരു ഫൈന് കുടുങ്ങിയിരുന്നു. ആ ഫൈന് അലി ശരിക്കും ട്രാവൽ ഏജൻറ്റിന് പേ ചെയ്തിരുന്നു. അവൻ മുമ്പ് ജോർജിയയിൽ വന്നപ്പോൾ ട്രാവൽ ചെയ്തിരുന്നു. അപ്പോൾ റെൻ്റേ കാർ എടുത്തു. ആ റെൻ്റേ കാറിൻ്റെ പേയ്മെൻറ്റ് അലി ചെയ്തതായിട്ട് അതിൽ കാണുന്നില്ല. അങ്ങനെ അവൻ്റെ പാസ്പോർട്ടിൽ ഒരു ഫൈന് വന്ന് കിടക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് അവനെ എൻട്രി അടിക്കാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ ആ സ്പോട്ടിൽ ഞങ്ങൾ അവരെ വിളിച്ച് സംസാരിച്ചു. അവൻ്റെ അടുത്ത് നമ്പറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, അതിനൊന്നും പുറകെ പോയില്ല, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഞങ്ങൾ വേഗം ബോർഡർ ക്ലിയർ ചെയ്തു. നിനോസ് മിൻഡ എന്ന് പറഞ്ഞ ബോർഡറിലാണ് ശരിക്കും ജോർജിയയിൽ എൻ്റർ ചെയ്യുന്നത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അങ്ങനെ ഞങ്ങൾ യാത്ര ജോർജിയയിൽ ഇറങ്ങിയ പാടെ തന്നെ ഞങ്ങൾ കാണുന്നത് വെച്ചാൽ നല്ല ഉത്തരേന്ത്യയിലൊക്കെ പോയാണ്ടാവുന്ന പശുക്കളിങ്ങനെ ഇറങ്ങി നടന്നിട്ടുള്ള ട്രാഫിക്കില്ലേ, ആ ട്രാഫിക്ക് കൂടെ ഇങ്ങനെ ഏഞ്ഞ് നീങ്ങുക. റോഡ് ഭരിക്കുന്ന പശുക്കളാണ്, ഫുള്ള് പശുക്കളിങ്ങനെ നടന്നു പോവുക. ഞങ്ങളുടെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞു, ട്രിപ്പ് മുന്നോട്ട് പോയി. അക്താസ് ബോർഡർ ലക്ഷ്യമാക്കി ഇങ്ങനെ നീങ്ങുക. അക്താസ് പിന്നെ ഞങ്ങളെ ശരിക്ക് ജോർജിയയിലെ സ്റ്റേ ഞങ്ങൾ കട്ട് ചെയ്താണ്. അങ്ങനെ അക്താസ് ബോർഡറിൽ എത്തി. ഞങ്ങൾ ബോർഡർ ക്രോസിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ട് നേരിട്ടൊരു ബോർഡറായിരുന്നു അക്താസ്. കാരണം ഇത് ട്രക്കുകൾ മാത്രം അങ്ങനെ കൂടുതൽ പോകുന്ന ബോർഡറാണ്. ഈ വിദേശികൾ ആയിട്ടുള്ള യാത്രികർ അവിടെ വരുത്ത് കുറവാണ്. അന്നപ്പോൾ അക്താസ് ബോർഡറിൽ പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥന് അറിയില്ല ഈ ട്രിപ്പ് ടിക്കറ്റിൽ സ്റ്റാമ്പ് ചെയ്യണോ ഇതോ എന്നുള്ളതും. ഞാനും അലിയും ഫത്താവും കാൽനടയായിട്ടും മഷ്കൂർ വണ്ടിയിലും ഇത് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി എമിഗ്രേഷൻ ക്ലിയറായി. അവിടുത്തെ ചെക്കിംഗ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തുർക്കി അക്താസ് ബോർഡറിലെ ചെക്കിങ് ഞങ്ങൾ ക്ലിയർ ചെയ്തു. ചെക്കിങ് 3-4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. 3-3.5 മണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ട്. ആ 3.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ മഷ്കൂർ വേറൊരു സൈഡിൽ കൂടിയാണ് വരേണ്ടത്. വണ്ടിയും മഷ്കൂറും ക്ലിയർ ആയിട്ടില്ല. അവൻ്റെ പേപ്പറിൽ എന്തോ മിസ്സിങ് ഉണ്ട്. ശരിക്കും ആ ടൈമിന് ഒരു 12-1 മണിയായിട്ടുണ്ടാവും. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഞങ്ങളെ ജാക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നിൽക്കാൻ പറ്റാത്ത തണുപ്പ്. അർദഹാൻ്റെ ഏരിയ ആണ്, നല്ല തണുപ്പുള്ള ഏരിയ തുർക്കിയുടെ. നല്ല 12 മണിക്ക് നല്ല തണുപ്പ്. ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുക, നല്ല പറയലാണ്. അങ്ങനെ ഒരു 3 മണിക്കൂർ വീണ്ടും കാത്തിരിപ്പ്. 2 മണിക്കൂർ 3 മണിക്കൂറിന് ശേഷം മഷ്കൂറും ക്ലിയർ ചെയ്ത് വന്നു. കാരണം ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഞങ്ങൾ 6 മണിക്കൂർ 7 മണിക്കൂർ ഇവിടെ പോയെന്നുള്ളത്. ഇതാണ് ബോർഡറിലെ പ്രശ്നം. ചിലപ്പോൾ നമ്മൾ 4 മണിക്ക് ഇറങ്ങിയാൽ 10 മണിക്കും ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങിയാലാണ്. അങ്ങനെ ആ ബോർഡർ കഴിഞ്ഞു. ഞങ്ങൾ നേരെ അർദഹാനിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അർദഹാൻ എന്ന് വെച്ചാൽ തുർക്കീൻ്റെ ജോർജിയൻ സൈഡിലുള്ള ഒരു നഗരമാണ്. അർദഹാനിലേക്ക് വെച്ച് പിടിക്കുമ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ചെറുങ്ങനെ വഴിതെറ്റിച്ചു. അങ്ങനെ ലാസ്റ്റ് അർദഹാനിൽ ഞങ്ങൾ എത്തി. 2 മണി 3 മണി അങ്ങനെ ഓരോ ഹോട്ടലും കയറി റൂമിന് ചോദിച്ചു. അങ്ങനെ ലാസ്റ്റ് ഒരാൾ പറഞ്ഞു റൂമുണ്ട്, ഇത്ര റേറ്റ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ടയർഡാണ്, റൂം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ആ റൂമിൽ പോയി
റൂം എടുത്ത് റൂമിൽ കിടന്നുറങ്ങി. ശരിക്കും ആ റൂം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ പുലർച്ചയായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ ബോർഡിൽ നിന്ന് നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ടാണ് ഞങ്ങൾ തുർക്കിയിലെ യാത്ര തുടരുന്നത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പോട്ടത് ആർട്ടിവിൻ റീജിയനിലേക്കാണ്. ആർട്ടിവിൻ ഞങ്ങൾ തുർക്കിയിലെ പ്ലാൻ വെച്ചാൽ ആർട്ടിവിന്, റിസെ, ഐദർ, ട്രാപ്സോൺ വഴി ഇങ്ങനെ ഇറങ്ങി ഇസ്താംബുൾ എത്തണം. ഇത് അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഒരു 2-3 ദിവസത്തെ ഡ്രൈവ് ഉണ്ട് ശരിക്കും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ആർട്ടിവിനിലേക്ക് പിടിക്കുകയാണ്. ആർട്ടിവിനിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും ഈ റീജിയനാണ് ശരിക്കും സ്വിറ്റ്സർലാൻഡ് ഓഫ് തുർക്കി എന്ന് പറയുന്നത്. ആർട്ടിവിന് വരെ ശരിക്കും ഞങ്ങൾ ചെയ്ത ഡ്രൈവ് എന്ന് വെച്ചാൽ നല്ല ചെങ്കുത്തായ മലകൾ, നല്ല മണാലി പോലുള്ള റോഡുകൾ, അതിൻ്റെ സൈഡിൽ കൂടെ അരുവികളുണ്ട്, പിന്നെ ശരിക്കും സ്വിറ്റ്സർലാൻഡ് എന്ന് തോന്നിപ്പിക്കുന്ന പച്ചപ്പുണ്ട്. നമ്മളെ ടെറൈൻസ് തുർക്കി നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ച് കളിയും. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ആർട്ടിവിൽ നിന്ന് ലഞ്ച് കഴിച്ചു. തുർക്കിയിലെ ഭക്ഷണ വിഭവങ്ങൾ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി എന്ന് വെച്ചാൽ പക്ക ഒത്തൻറ്റിക് തുർക്കിഷ് വിഭവം. ആർട്ടിവിനിൽ നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പക്ഷേങ്കിൽ അത് മുകളിലോട്ട് പോകേണ്ടതുകൊണ്ട് ഞങ്ങളത് അത്ര കെയർ ചെയ്തില്ല. ആർട്ടിവിൻ ജസ്റ്റ് നഗരമല്ല, ചെറിയൊരു സ്ഥലത്ത് കയറി ഒരു ഫുഡ് കഴിച്ചു. ഞങ്ങൾ യാത്ര തുടർന്നു. റിസ ലക്ഷ്യമാക്കി നീങ്ങി. റിസയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഐദറിൽ കാഴ്ചകളുണ്ട്. ഐദർ ഒരു ചെറിയ നദി, അതിനോട് ചേർന്നിട്ടൊരു പാർക്ക്, അവിടെ നല്ലൊരു പാലം, നല്ല തണുപ്പ് വെച്ചാൽ ജാക്കറ്റ് ഇടേണ്ട തണുപ്പ്, ഫോഗ് ഇറങ്ങുന്നുണ്ട്. കാരണം ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അടിപൊളി. എന്താണ് ഒരു ടൂറിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, സെയിം ക്ലൈമറ്റ് നമുക്ക് കിട്ടുക അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഐദറിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് കേബിൾ കാറിൽ കയറി. അവിടെ കുറേ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ നല്ലൊരു നദിയുണ്ട്, ആ തീരത്ത് പോയിരുന്നു, കോഫി കുടിച്ചു. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. അവിടെ എന്താണോ ടൂറിസ്റ്റിക് ഉള്ളത് ആ സാധനങ്ങളൊക്കെ പക്കാ ടൂറിസ്റ്റിക് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പ്ലാൻ വെച്ചാൽ റിസെ വെച്ചാൽ ചെറിയൊരു സിറ്റിയാണ്. റിസെ പോകണം. റിസെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉസംഗൂളിലെത്തണം. അതിൽ ഞങ്ങളോട് റിസയിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ടൗൺ സ്ക്വയറിൻ്റെ ഉള്ളിലാണ്. റിസ ഒരു ചെറിയ നഗര, നല്ല മാളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ റിസേൻ്റെ ഉള്ളിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ക ഒതൻറ്റിക് ടർക്കിഷ് വിഭവം കിട്ടുന്നതാണ്. ആ റെസ്റ്റോറൻറ്റ് പോവാം, നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് അവിടെ പോവാം. അങ്ങനെ മഷ്കൂറും ഞാനും അലിയും ഫത്താവും കൂടി എന്ത് ചെയ്യാണ്, റിസേ പോയി അവിടുന്ന് ഫുഡ് കഴിച്ചു. ഒരു 10 മണിയായി. 10 മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റേ എടുത്തത് ഉസംഗൂളിലാണ്. ഉസംഗൂള് ശരിക്കും നോർമലി ഗൂഗിളിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഞങ്ങൾ ഉസംഗൂളിലൊരു ഏറ്റവും ടോപ്പിലൊരു മലേൻ്റെ ടോപ്പിലുള്ളൊരു വ്യൂവിലുള്ള റൂമാണ് എടുത്ത്. അങ്ങനെ ഒരു എൻറ്റയർ വീട് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്കറിയാം, ഇതിൻ്റെ തട്ടുംപുറം ഉണ്ടാവും. തട്ടുംപുറം ഒരു ബെഡ്റൂമാക്കി ഇവർ, താഴെ ഒരു ബെഡ്റൂം, ആകെ 2 ബെഡ്റൂം, ചെറിയൊരു വീട്. ഞങ്ങളവിടെ സ്റ്റേയിലെത്തി. രാവിലെ ഞാൻ മുകളിൽ ഈ തട്ടുംപുറത്താണ് കിടന്നത്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഫോഗ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമ്മൾ ആകാശത്ത് കിടന്ന പോലെ ഉണ്ട്. പിന്നെ നമ്മൾ ശരിക്കും മോണ്ടിനീഗ്രോ ഒന്നുകൂടിയും പച്ചപ്പായാലുള്ള ഒരു ഭംഗി സ്വിറ്റ്സർലാൻഡ് ആയിട്ടുമില്ല. ആ ഒരു സ്റ്റൈലുള്ള സ്ഥലം ഉസംഗൂള്. അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ അടുത്തുള്ള ആ ഫ്ലാഗൊക്കെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ കാഴ്ച. രാവിലെ 7 മണിക്ക് നമ്മൾ എണീറ്റു. അന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. സെയിം ലൈക്ക് സ്വിറ്റ്സർലാൻഡ് പോലത്തെ ഒരു സ്ഥലമാണ് ഉസംഗൂള്. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ള് കറങ്ങി, അതിൻ്റെ ടൗണിൽ കറങ്ങി, നല്ലൊരു ഫുഡ് കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ ഉസംഗൂളിലേക്ക് പോയി. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ട്രാപ്സോണിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന അലി ഞങ്ങളോട് ഇന്ന് വിട പറയുകയാണ്. അലിയുടെ ചാർട്ട് എന്ന് വെച്ചാൽ തുർക്കി വരെയാണ്. തുർക്കി ഇസ്താംബുളിലേക്ക് പുള്ളി ഇല്ല എന്ന് പറഞ്ഞു. കാരണം ട്രാപ്സോണിന്ന് വിട പറയണം. അന്ന് ശരിക്കും മഷ്കൂറും ഞാനും കൂടിയും ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് അലീനോട് നമ്മൾ പോകാൻ പറയുക, അലീനോട് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചാലോ എന്ന് വെച്ച്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് വിടാതെ അലി ഞങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എന്തായാലും ഇറങ്ങും, നമ്മൾ പ്ലാനിങ്ങിൽ അങ്ങനെയല്ലേ വിചാരിച്ച്, നിങ്ങളെന്തായാലും 5 ജോയിൻ ചെയ്യട്ടെ. ഞങ്ങൾക്കിപ്പോൾ 5 പേര് യാത്ര ചെയ്താലും, കാരണം നമ്മളൊരു 10-15 ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലോ, ആ ബോണ്ടായിപ്പോയിരുന്നു അലിയായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തു. നേരെ ഞങ്ങൾ എത്തുന്നത് ട്രാപ്സോൺ എയർപോർട്ടിലേക്കാണ് അലീനെ യാത്ര അയക്കാൻ വേണ്ടി. അലീനെ യാത്ര അയച്ചു. അലി പറഞ്ഞു, അലി തുർക്കിയിൽ ഒരുപാട് തവണ യാത്ര ചെയ്ത ആളാണ്. അലി എന്നോട് പറഞ്ഞു, നീ ഇത്രയും ആവശ്യം തുർക്കിയിൽ വന്നിട്ട് കൊഫ്തേസി യൂസഫ് എന്ന് പറഞ്ഞൊരു കബാബ് ഉണ്ട്, ഒരു ചെയിൻ ഓഫ് കബാബ്സാണ്, ഭയങ്കര ടേസ്റ്റാണ്, അത് കഴിക്കണം. ഞാൻ അത്യാവശ്യം ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാണ്. നീ ട്രാപ്സോണിൽ നിന്ന് പിരിഞ്ഞ പാട് എന്ത് ചെയ്യണം, അവിടെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട്, അവിടെ നിന്ന് പോയിട്ട് കഴിച്ചു എന്നാണ്.
അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി എന്ത് ചെയ്തു, അലിയെ അവിടുന്ന് മനസ്സോടെ പിരിച്ചു വിട്ട്. കാരണം ഞങ്ങൾ ഈ ശരിക്കും നമ്മളൊരു വീട്ടിൽ താമസിക്കും പോലെ നമ്മൾ കൂടുതൽ ടൈമും വണ്ടിയിൽ ഒരുമിച്ച്, അങ്ങനെ ഞങ്ങൾ അലി പോയ വിഷമത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ബ്ലാക്ക് സീൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു യാത്ര. അത് ഒരു 1.5 ഡ്രൈവാണ്. കാരണം സൂര്യൻ അസ്തമിച്ച് തുടങ്ങുമ്പോൾ ബ്ലാക്ക് സീൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ശരിക്കും ആ റെഡിഷ് ഇങ്ങനെ കടലിൽ കാണും ബ്ലാക്ക് സീ. ഭയങ്കര ഭംഗിയുള്ള യാത്ര. എന്നുവെച്ചാൽ ആ ഒരു ഡ്രൈവിങ് എക്സ്പീരിയൻസ് നമുക്ക് വേറെ എവിടുന്നും കിട്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് അത്യാവശ്യം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു സൈഡിൽ കറക്റ്റ് സീനിക് വ്യൂ, ഒരു സൈഡിൽ കടലിൻ്റെ അപ്പുറം ഇങ്ങനെ ഒരു റെഡ് ലൈന് വരച്ച പോലെ. അതൊരു 6 മണിക്ക് നമുക്ക് കാണുക കാഴ്ച. അതിന് ബ്ലാക്ക് സീൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ഡ്രൈവ് ഉണ്ട്. ആ ഡ്രൈവും കഴിഞ്ഞ് ഞങ്ങൾ കൊസ്തൈസി യൂസഫിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണ്ടെത്തി. നമ്മളെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കല്യാണ വീട് പോലെയുള്ള തിരക്ക്. കൊസ്തൈസി യൂസഫ് കഴിച്ചു, അവിടുന്ന് ഇറങ്ങി. ഇനിയും നമുക്ക് ഇസ്താംബൂളിലേക്ക് 1000 ചില്ലാണ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം, 1500 അടുത്ത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം. അതെന്തായാലും പോസിബിൾ അല്ല. അങ്ങനെ മഷ്കൂർ ഞങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് എത്തുന്നിടത്തിലെത്തട്ടെ, നമുക്ക് അടുത്തൊരു ടൗണിൽ എത്തിയിട്ട് നിർത്തിയിട്ട് ഏതാണോ ടൗണിൽ കാണുന്ന കൺവീനിയൻസ് സൈഡിൽ അവിടെ ഒരു റൂം തപ്പിയിട്ട് അവിടെ എടുത്ത് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യുക. ബുർസ വഴി കയറാം, ഇസ്കന്ദർ കബാബൊക്കെ കഴിച്ച് ബുർസയിലെ കാഴ്ചകളും കണ്ട്. ബുർസയിൽ ഞാൻ വന്നിട്ടില്ല ഇതുവരെ. ബുർസയിൽ കയറി ബുർസയിൽ നിന്ന് ഇസ്താംബൂളിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഉസ്മാനിയക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നു. അവിടെ ഒരു കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു റൂം കിട്ടി. ഉസ്മാനിയക്കിൽ റൂം എടുത്തു, അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നേരെ ഞങ്ങൾ പിടിക്കുന്നത് ബുർസക്ക ശരിക്കും ഒരു നല്ല ഓട്ടമുണ്ട്. ഉസ്മാനിയക്കുന്ന് ബുർസ എത്തി. ബുർസയിൽ ഇസ്കന്ദർ കബാബ് കഴിക്കുക ഹുസൈനി എന്ന് പറഞ്ഞ ഷോപ്പാണ് അലി സജസ്റ്റ് ചെയ്ത്. അതിൽ ക്യൂ എന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററുകളിലൊക്കെ കാണുന്ന പോലുള്ള ക്യൂ, ഫുള്ള് ടൂറിസ്റ്റുകൾ മാത്രം ഇങ്ങനെ ക്യൂ നിൽക്കുക. ഞാനും മഷ്കൂറും ഫത്താവും പറഞ്ഞു നമ്മളെന്തായാലും കഴിക്കാൻ വന്നാൽ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ഷോപ്പ്. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾക്കും കിട്ടി. അടിപൊളി ടേസ്റ്റുള്ള കബാബ് എന്ന് വെച്ചാൽ ഷവർമ ചെത്തിയിട്ടിട്ട് ഒരു ഗീല് ഹീറ്റ് ചെയ്ത ഗീല് ബ്രെഡും ഇട്ടിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് സോസും ഒക്കെ ഉള്ള ഒരു ഫുഡ്, അതിൻ്റെ കൂടെ ഒരു ഡ്രിങ്കും, ഒരു ഗ്രേപ്പ് ഡ്രിങ്കും. അതാണ് അവിടുത്തെ ഫേമസ്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അതാണ് ശരിക്കും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഷവർമ എന്ന് പറഞ്ഞാൽ ചിക്കനല്ല, മീറ്റാണ്. ആ ഇസ്കന്ദർ കബാബ് കഴിച്ചു. നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ മാർക്കറ്റ് സ്ക്വയറിലൊക്കെ ഒന്ന് കറങ്ങി. അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, പള്ളി ഒന്ന് കണ്ടു. അതിൻ്റെ ബുർസയുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ടൂറിസ്റ്റിക് പ്ലേസുകളും ഞങ്ങൾ കവർ ചെയ്തു. ഈ ടൂറിസ്റ്റിക് പ്ലേസ് കവർ ചെയ്ത് നേരെ ഞങ്ങൾ പോകുന്നത് ഇസ്താംബൂളിലേക്കാണ്.